അപ്പോൾ റോജി പറഞ്ഞാൽ നമ്മുടെ വിഷയം അതല്ലെങ്കിൽ പോലും നമുക്കൊന്ന് ടച്ച് ചെയ്യുമോ? അതായത് മക്കളുടെ അപ്പം നായ്ക്കുട്ടികൾ കൊടുക്കുകയില്ല. അപ്പോൾ ബ്രെഡ് ഓഫ് ദി ചിൽഡ്രൻ, അതായത് നമ്മുടെ കർത്താവ് പറഞ്ഞത് സൗഖ്യം മക്കളുടെ അവകാശമാണ്. പക്ഷേ നമ്മളത് ക്ലെയിം ചെയ്യാത്തിടത്തോളം അല്ലേ, അതേക്കുറിച്ച് എന്താ പറയുന്നു? ഇപ്പോൾ ഒരാൾ വേദോസിൽ എഴുതിയിരിക്കുന്ന അതിനകത്ത് സൗഖ്യമുണ്ട്, അടിയപ്പണിരാൽ എല്ലാം ഉണ്ട്, പക്ഷേ അദ്ദേഹം അത് തൻ്റെ ജീവിതത്തിലേക്ക് അപ്ലൈ ചെയ്യുന്നില്ലെങ്കിൽ അല്ലേ അത് അതിൻ്റെ റിസൾട്ട് കാണത്തില്ലല്ലേ? അതൊന്ന് വിവരിക്കാമോ? എങ്ങനെ? ബൈബിളിൽ പറയുന്നത് എവിടാണെന്ന് ശരിക്കും ഓർക്കുന്നില്ല, പക്ഷെ അവർ കേട്ട വചനം വിശ്വസിക്കാതെ കൊണ്ട് അവർക്ക് അത് ഗുണം പ്രയോജനം പ്രവർത്തിച്ചു. ഈ സൗഖ്യത്തിന്റെ വചനങ്ങളെല്ലാം നമുക്ക് ബൈഹാർട്ടായിട്ട് വെക്കാം, അല്ലെങ്കിൽ എവിടെയൊക്കെ എഴുതി വെക്കാം. പക്ഷെ അത് വിശ്വാസം കലർത്തി അത് നമ്മളിലേക്ക് സ്വീകരിക്കുന്നില്ലെങ്കിൽ അത് നമുക്ക് ഗുണം ചെയ്യും. യേശു മരിച്ചെന്നും ഉയർത്തെഴുന്നേറ്റെന്നും അടിപ്പിണറിൽ സൗഖ്യം ഉണ്ടെന്നും ഒക്കെ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ നമുക്കായിട്ടൊരു റെവലേഷൻ വരുമ്പോഴേ അത് വരത്തുള്ളൂ അല്ലേ? അപ്പം അത് ഞാൻ വിശ്വസിക്കും. എനിക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ടച്ച് ചെയ്ത് പോയതുകൊണ്ട് ഞാൻ പറയാം. എനിക്കിപ്പോൾ ഞാൻ ബ്രദറിനേക്കാളൊക്കെ കുറച്ചുകൂടെ അറിയാമല്ലോ, ഏജുള്ള ആളാണ്. അപ്പം എനിക്ക് ഒറ്റ വചനമാണ്, ഞാൻ ഈ ക്ലാസ് ഉപയോഗിക്കാറില്ല. എന്താ കാരണം എന്ന് ചോദിച്ചാൽ, യേശുവിനെ മരിച്ചവളും ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ, യേശുവിനെ മരിച്ചവൻ ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്ന ആത്മാവിനെയും കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവി, സ്പിരിറ്റ് ഗീവ്സ് ലൈഫ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏത് മോർട്ടാലിറ്റി, അതായത് നമുക്കിത് ബലഹീനമായിട്ടുണ്ടെങ്കിൽ ദ്രവത്വം, അവിടേക്ക് ജീവൻ ഇറങ്ങിയാൽ മതി. അതുകൊണ്ട് ഇന്നും 3.25 മണിക്കൂർ പത്രം വായിക്കുന്നുണ്ടോ, ബൈബിൾ എല്ലാ കാര്യങ്ങളും പറ്റുന്നുണ്ട്. അപ്പം നമ്മുടെ അതൊരു വിശ്വസിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ അതല്ലേ പ്രത്യക്ഷമായിട്ട് വരും. പിന്നെ ഞാൻ ചോദിക്കുന്നത്, ഈ അടുത്തിടെ എന്നോട് സംസാരിച്ച കൂട്ടത്തിൽ സ്പിരിറ്റ്, സോൾ ആൻഡ് ബോഡി, ആ ഒരു 3 തലം ഉണ്ടല്ലോ, അതേക്കുറിച്ച് എന്താണ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞത്? ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നതാണ് 1 തെസ്സലോനിയർ. ശരിക്കും നമ്മുടെ ഇൻട്രൊഡക്ഷൻ ആയതേ ഉള്ളൂ ഇതുവരെ. അപ്പോൾ 1 തെസ്സലോനിയർ 5:23 ദേഹം, ദേഹി, ആത്മാവ് എന്ന 3 ഘടകങ്ങൾ അല്ലെ 3 എലമെന്റ്സിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ എല്ലാ മനുഷ്യനിലും ഈ 3 ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നു. അവന് ഒരു ദേഹമുണ്ട്, നമ്മൾ കാണുന്ന നമ്മുടെ ശരീരം, ഒരു ദേഹിയുണ്ട്, ഇതിന് സോൾ എന്ന് ഇംഗ്ലീഷിൽ പറയും, പിന്നെ സ്പിരിറ്റ്, ഒരു ആത്മാവുണ്ട്. അപ്പോൾ ദേഹം, ദേഹി, ആത്മാവ്, ഇത് 3 അടങ്ങിയിരിക്കുന്നതാണ് ഒരു മനുഷ്യൻ. ആദാമും അവയും പാപം ചെയ്തപ്പോൾ അവർക്ക് ദൈവം കൊടുത്തിരുന്ന ആ ആത്മാവ് അവരിൽ മരണമടഞ്ഞു, അവർക്കത് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഈ സോൾ, അതായത് ദേഹം ജഡികമായി ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും തുടങ്ങി. അങ്ങനെ അവരുടെ ശരീരത്തിനും മരണം സംഭവിക്കുന്നു. ഈ മരിച്ചുപോയ ആത്മാവിനെ പുനർജീവിപ്പിക്കുവാനാണ് യേശുക്രിസ്തു ഭൂമിയിലേക്ക് വരുന്നത്. ഈ മരിച്ചുപോയ മനുഷ്യൻ്റെ ആത്മാവ്, ഏത് മനുഷ്യനായാലും ആ മനുഷ്യൻ്റെ ആത്മാവിനെ പുനർജീവിപ്പിക്കുവാൻ ഒരു മതത്തിനോ ഒരു വ്യക്തിക്കോ യേശുക്രിസ്തു അല്ലാതെ സാധ്യമല്ല. യേശുക്രിസ്തുവിന് മാത്രമേ ഒരു മനുഷ്യൻ്റെ, ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ ആത്മാവിനെ ടു ഗിവ് ലൈഫ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഇൻ ഹിം വാസ് ലൈഫ്. അപ്പോൾ യേശു ആ മരിച്ചുപോയ ആത്മാവിനെ, പുതിയൊരു ആത്മാവിനെ നൽകി മനുഷ്യനെ ജീവിപ്പിക്കുവാൻ വേണ്ടിയാണ് ഭൂമിയിലേക്ക് വരുന്നത്. ഈ ആത്മാവ്, ഈ പുനരുദ്ധാനം അല്ലെങ്കിൽ ബൈ ദ റിന്യൂവൽ ഓഫ് ദ സ്പിരിറ്റ്, ഇതിൽ പല കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഒന്ന്, ദി ഓൾഡ് മാൻ ഇസ് ഗോൺ, പഴയതെല്ലാം കടന്നു പോയി. അതായത് നമുക്ക് ലഭിച്ച ആ മരിച്ച ആത്മാവ് അത് മാറ്റപ്പെടുകയാണ്. എന്നിട്ട് യേശുവിൻ്റെ ആത്മാവിനെ നമ്മളിലേക്ക് തരികയാണ്. അപ്പം നമ്മൾ വിശ്വസിക്കുമ്പോൾ, മനസ്സിൽ വിശ്വസിക്കുകയും വായ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ നമുക്ക് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്തിൻ്റെ പുതിയൊരു ആത്മാവിനെ നമ്മളുള്ളിലേക്ക് വരികയാണ്. ഈ ആത്മാവും യേശുവിൻ്റെ ആത്മാവും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. ഇന്ന് ഈ ലോകത്ത് യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവരുടെ ആത്മാവിനെ നമുക്കൊന്ന് കാണാൻ സാധിച്ചിരുന്നെങ്കിൽ എല്ലാം ഒരുപോലെ ഇരിക്കും. കാരണം എല്ലാവരുടെ ഉള്ളിലായിരിക്കുന്നത് ഈ ക്രിസ്തുവിൻ്റെ ആത്മാവ്. അത് കണക്ട് ചെയ്തല്ലേ ഒരേ ആത്മാവിനെ പാനം ചെയ്യുക, ഒരേ അപ്പത്തിന് അംശയിടാം അല്ലേ എന്ന് പറയാൻ തലോ. ഈ തന്നെന്ന് മാത്രമല്ല, എഫേസ്യരിൽ പറയുന്നു, ഈ തന്ന ഉടനെ തന്നെ പരിശുദ്ധാത്മാവ് ഇതിനെ മുദ്ര വെച്ചിരിക്കുന്നെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ ഇന്ന് യേശുവിനെ വിശ്വസിച്ചു, അല്ലെങ്കിൽ 10 മിനിറ്റ് മുമ്പ് യേശുവിനെ വിശ്വസിച്ചു, സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു, കഴിയുന്ന ഉടനെ തന്നെ ആ ലഭിക്കുന്ന പുത്രത്തിൻ്റെ ആത്മാവിനെ പരിശുദ്ധാത്മാവ് മുദ്ര വെക്കും, അത് സീല് ചെയ്ത് കളയും. അതായത് ഇനി ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾക്കൊന്നും തന്നെ
ഈ പുതിയ ആത്മാവിനെ, എന്നിലുള്ള ഈ പുതിയ ആത്മാവിനെ തൊടുവാൻ സാധിക്കത്തില്ല. ഞാൻ യേശുവിനെ തള്ളി പറയെടുത്തോളം കാലം, അല്ലെങ്കിൽ യേശുവിൽ എൻ്റെ വിശ്വാസം നഷ്ടപ്പെടുത്താത്തോളം കാലം ആ മുദ്രയിൽ തന്നെ എൻ്റെ ആത്മാവ് കഴിയും. അതുകൊണ്ട് തന്നെ ഞാൻ നാളെ ഒരു പാപം ചെയ്തത് കൊണ്ട് എൻ്റെ ആത്മാവിന് ഒരു പാപത്തിൻ്റെ ഒരു ടച്ചിങ് ഉണ്ടാവത്തില്ല. കാരണം അത് ഹോളി സ്പിരിറ്റ്. അതായത് ഇത് പറയുമ്പോൾ നമ്മൾ പാപം ചെയ്യാൻ ലൈസൻസ് അല്ല, ഇൻ കേസ്. അതായത് യോനാനി പറയുന്നത് കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യരുത്, പക്ഷേ ചെയ്തു പോയാലോ എന്ന് പറഞ്ഞാൽ അറിയാതെ ഈ ലോകത്തിന്റെ കളങ്കപരമായ ലോകത്ത് ജീവിക്കുന്നുണ്ട് വരാം. അപ്പോഴും പരിശുദ്ധാത്മാവിനാൽ ചെയ്ത ആ സീലുള്ളിടത്തോളം ആത്മാവിന്റെ ആ ഡെലിവറൻസ് എന്നേക്കും നിലനിൽക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഷാജൻ പറഞ്ഞ പോലെ അത് പാപം ചെയ്യാനുള്ള ലൈസൻസ് അല്ല, പാപത്തിന്റെ ഭവിഷ്യത്തുകളുണ്ട്. ഓക്കെ, നമ്മൾ രക്ഷ പ്രാപിക്കുന്നത് നമ്മുടെ പ്രവൃത്തി കൊണ്ടല്ല, നമ്മുടെ വിശ്വാസം കൊണ്ടാണ്. എന്ന് പറയുന്ന പോലെ നമ്മളൊരു പ്രവൃത്തി ചെയ്തുകൊണ്ട് വിശ്വാസം നഷ്ടപ്പെടുന്നില്ല. പക്ഷെ തെറ്റായ ഒരു പ്രവൃത്തി, പാപത്തിന് ഒരു ശമ്പളമുണ്ട്, അത് മരണം മാത്രം. അപ്പോൾ പാപം നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാൻ ഇടയുണ്ട്. അത് കാരണം ഇത് പാപം ചെയ്യാനുള്ള ലൈസൻസ് അല്ല. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് നമ്മുടെ സോൾ എന്ന് പറയുന്ന റിലം, ഇതിൽ മൂന്ന് കാര്യങ്ങളുണ്ട്: മൈൻഡ്, വിൽ ആൻഡ് ഇമോഷൻസ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഡിസിഷൻ മേക്കിംഗ് നടക്കുന്നത് നമ്മുടെ ഈ സോളിലാണ് നടക്കുന്നത്. അതുകൊണ്ട് സോളിന് ഈ തലം തന്നെയാണോ യോഹന്നാൻ പറയുന്നത്, പ്രിയനെ നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്ന പോലെ? ഈ ഒരു തലം സ്പിരിറ്റിനാണോ പറയുന്നത്, സോളാണോ? സോൾ പ്രോസ്പർ. സോളിനെ നമ്മുടെ സോള് പ്രോസ്പർ ചെയ്യണമെങ്കിൽ അത് സ്പിരിറ്റിനോട് ചേർന്നിരിക്കണം. ഓക്കെ, ഇറ്റ് ഹാസ് ടു ബി ക്ലോസ് ടു ദ സ്പിരിറ്റ്. സോള് ശരീരത്തോട് ചേർന്നാൽ അത് നമ്മൾ അതുകൊണ്ടാണ് പറയുന്നത്, ഹി ഹു തിങ്സ് ഇൻ ദ സ്പിരിറ്റ്, ഫോർ ദ സ്പിരിറ്റ് ഇസ് ലൈഫ്. ബട്ട് ദി ജഡത്തിൽ ചിന്തിക്കുന്നത് മരണം, ആത്മാവിൽ ചിന്തിക്കുന്ന ക്രിസ്തുവിന്റെ മനസ്സ്, അത് ജീവനിലേക്ക് പോകുന്നു. അത് തന്നെയല്ല, പിന്നെ പറഞ്ഞു ജഡത്തിന്റെ ചിന്തയോ കർത്താവിന് ശത്രുത. അപ്പൊ പാപം ചെയ്തപ്പോൾ, ആദ്യ ഏദൻ തോട്ടത്തിൽ വെച്ച് പാപം ചെയ്തപ്പോൾ മനുഷ്യന് സംഭവിച്ചതാണ്, അവന്റെ ഈ സോള് ജഡത്തോട് ചേർന്നു, ഡിസലൈൻമെന്റുമായി. അതിൽ ഉപരി ഈ നമ്മുടെ ഈ മന്ത്രിസഭയിലൊക്കെ നടക്കും ഭൂരിപക്ഷം ഉള്ള പാർട്ടിയാ എന്ന് പറയുന്ന പോലെ 1/3 ഭൂരിപക്ഷം. അപ്പൊ ജഡവും സോളും നിങ്ങളുടെ ജീവിതത്തിൽ ഭൂരിപക്ഷം പിടിച്ചാൽ നിങ്ങൾ ജഡത്തിന്റെ മരണത്തിന്റെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. അതേസമയം സോളും ആത്മാവും, നിങ്ങളുടെ പുതുക്കപ്പെട്ട പുതിയ ആത്മാവും ഒരുമിച്ചാൽ, ഭൂരിപക്ഷം പിടിച്ചാൽ അതിന്റെ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ. അതുകൊണ്ടാണ് സർശ്വാക്കളിൽ പറയുന്നത്, ആസ് എ മാൻ തിങ്കത്ത് ഇൻ ഹിസ് ഹാർട്ട്സ്, ഒരു മനുഷ്യൻ തന്റെ ചിന്തിക്കുന്നു അവൻ അതുപോലെയാണ്. ഒരു വ്യക്തിയെ കാണുമ്പോൾ, അതിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തിയെ കാണുമ്പോൾ വ്യക്തി എന്ത് ചിന്തിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അവൻ ചിന്തിക്കുന്നത് പോലെയാണ് ജീവിതം നയിക്കുന്നത്. അപ്പൊ ഇത് അത്ര എളുപ്പമല്ല. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. പല കാര്യങ്ങളിൽ യേശു പറയുന്നുണ്ട്. നിന്റെ ഒരിടത്ത് പറയുന്നു, ദൈവഹിതത്തിനല്ലാത്ത എല്ലാ ചിന്തകളെയും ഇടിച്ചു കളയുവിൻ. നമ്മുടെ പോരിന്റെ ആയുധം ജഡികമല്ല, കോട്ടകൾ ഇടിപ്പാൻ ദൈവസന്നിധി ശക്തി. അവയാൽ സങ്കല്പങ്ങൾ ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായ എല്ലാ ഉയർച്ചകളെയും, അല്ലേ, അത് ജഡത്തിൽ നിന്ന് വരുന്നതാണ്. അതിനെ ഇടിച്ചു കളയണം. അത് നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടിയാണ്. ഇന്ന് പലരും ഉപവാസം ഇരിക്കാൻ, ഉപവാസത്തിനെതിരല്ല. പക്ഷെ നമ്മൾ ഉപവസിക്കുമ്പോൾ നമ്മൾ എന്താ കൂടുതൽ ചെയ്യുന്നത്, ഭക്ഷണത്തിൽ നിന്ന് വേർവിട്ടിരിക്കുക. പക്ഷെ ശരിക്കും ഈ ഫാസ്റ്റിംഗ് എന്ന വാക്ക് വരുന്നത് ഒരു എഞ്ചിനീയറിംഗ് ടേം, ഫാസ്റ്റനർ എന്ന് പറഞ്ഞാൽ, അത് നട്ടും ബോൾട്ടും ഇട്ട് മുറുക്കുമ്പോൾ ഫാസ്റ്റനർ, അല്ലെങ്കിൽ എളുപ്പത്തിൽ പറയാം, നമ്മൾ കാറി കയറുമ്പോൾ ഫാസ്റ്റൻ യുവർ സീറ്റ് ബെൽറ്റ് എന്നാണ് പറയുന്നത്. ഫാസ്റ്റൻ, അതായത് നിന്നെ ബെൽറ്റ് ഉപയോഗിച്ച് ഈ സീറ്റിലേക്ക് കെട്ടി വെക്കുക. സംസ്കൃതത്തിൽ അതുകൊണ്ട് ഉപവാസ്, ഉപത്തിൽ വസിക്കുക എന്നാണ് അർത്ഥമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഫാസ്റ്റിങ്ങിൽ ഇന്ന് പലർക്കും 21 ദിവസം ആഹാരമില്ലാതെ കഴിയാം. പക്ഷെ ചിലർക്ക് 15 മിനിറ്റോളം ഫേസ്ബുക്കിൽ നോക്കാതിരിക്കാൻ പറ്റുന്നില്ല. മനസ്സിന്റെ അതുകൊണ്ട് സോൾ ഇസ് മോർ ഇമ്പോർട്ടന്റ് ദാൻ ദ ബോഡി. അപ്പൊ അങ്ങനെയുള്ള ചിന്തകളില്ലാതെ ആ ഒരു മണ്ഡലത്തിൽ ഒരു ഫാസ്റ്റിംഗ് റോജി പറഞ്ഞത് പറയുമ്പോഴേ, പുറമേ നമുക്ക് എന്തോരൊന്ന് പെട്ടെന്ന് എന്തെങ്കിലും റിമൂവ് ചെയ്യാൻ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ജഡം റെഡിയാണ്. പക്ഷെ അകത്തൊരു പരിവർത്തനത്തിനാണ് ടൈം എടുക്കുന്നതും, ഇല്ലയോ? അതിനാണ് അല്ലേ ടൈം എടുക്കുന്നതും. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, എനിക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ചെയ്യാൻ പറ്റുന്നില്ല, എന്നാൽ ചെയ്യാത്തതിനെയാണ് ഞാൻ ചെയ്തു പോകുന്നത് എന്നൊരു തലം പറയുന്നത്. താൻ ആഗ്രഹിക്കുക. അതെനിക്ക് തോന്നുന്ന സോളും
ബോഡിയുമായിട്ട് ചേരുമ്പോൾ അല്ലേ അങ്ങനെ ഒരു ഫൈറ്റാ. സോളും സ്പിരിറ്റും കൂടെ ആണെങ്കിൽ വിജയം നന്മയിലേക്ക് പോകത്തുള്ളൂ അല്ലേ. അതല്ലേ സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ്. അത് കഴിഞ്ഞ് പറഞ്ഞില്ലയോ, ഹി ലീഡ്സ് ടു ദ റൈറ്റ് പാത്ത്, ഹിസ് നെയിം സേക്ക്. അതായത് നീതിപാതകളിലേക്ക് എന്നെ നടത്തുന്നു അല്ലേ. അപ്പൊ അത് നമ്മൾ അങ്ങനെ ഒരു തലത്തിൽ ഒരാൾ ജീവിക്കണേ എന്താ ചെയ്യണ്ടേ? അത് എല്ലാ ദിവസവും എവരിഡേ മനസ്സ് പുതുക്കി ദൈവവചനം പഠിക്കുക. ദൈവവചനം അത് ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നൊരു കാര്യം ചിലപ്പോൾ കോൺട്രവേഴ്ഷ്യൽ ആയിട്ട് എടുക്കും. പലരും പ്രാർത്ഥന, എനിക്ക് 8-10 മണിക്കൂർ പ്രാർത്ഥിക്കുന്നവരെ അറിയാം. പക്ഷെ അതിലും ഞാൻ ശക്തമായി ദൈവജീവിതം നയിക്കുന്നത് കൂടുതൽ സമയം വചനം പഠിക്കുന്നവരാണ്. ബിക്കോസ് ദ വേർഡ് ഇസ് ലൈഫ് ആൻഡ് സ്പിരിറ്റ്. പ്രെയർ അല്ല. അപ്പൊ പ്രെയർ ചെയ്യണ്ട എന്നല്ല തെറ്റിദ്ധരിക്കുന്നത്, അതല്ല ഞാൻ പറയുന്നത്. പക്ഷെങ്കിൽ നിങ്ങൾ കൂടുതൽ എഫക്റ്റീവ്, നിങ്ങളുടെ പ്രെയർ ലൈഫും കൂടെ കൂടുതൽ എഫക്റ്റീവ് ആണെങ്കിൽ നിങ്ങൾ പ്രെയറിനെക്കാട്ടും കൂടുതൽ സമയം വചനത്തിൽ ചെലവഴിക്കുന്നത് നല്ലതായിരിക്കും. റെവലേഷൻ. അതായത് നമ്മൾ എനിക്ക് നമ്മൾ ഇന്ന് സംസാരിക്കുമായിരിക്കും ഫ്രം മൂവിങ് എ സ്റ്റേജ് ഓഫ് ബിലീവിംഗ് ടു മൂവിങ് എ സ്റ്റേജ് ഓഫ് നോയിങ്. അതിലേക്ക് വിശ്വാസത്തിൽ വരുന്നുണ്ട്, അറിയാൻ ഒരു തലത്തിലേക്ക് മാറുന്ന ഒരു സിറ്റുവേഷൻ വരും. പക്ഷെ ഷാജാന്റെ ക്വസ്റ്റ്യനുള്ള ആൻസർ ഇതാണ്, വചനം ആഴത്തിൽ പഠിക്കുക, വചനത്തിൽ ചെലവഴിക്കുക, നിലനിൽക്കുക. അതുകൊണ്ടല്ലേ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം ചോദിച്ചോട്ടെ. 3 വട്ടം തള്ളി പറഞ്ഞ പത്രോസ്, ഈ എല്ലാവരും പോയില്ലേ, കർത്താവിനോട് 500-ൽ പരം ശിഷ്യന്മാരുണ്ടായിരുന്നു, എല്ലാവരും പോയപ്പോൾ നിങ്ങൾക്കും പോകാമെന്ന് പറഞ്ഞ പത്രോസ് പറഞ്ഞില്ലേ, ജീവന്റെ മൊഴികൾ. അപ്പം അതെന്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ശരിക്കും ഇത് വേർഡാണ്, ഇത് വചനമാണ്, ഇത് മതി എന്നുള്ള തലത്തിലേക്ക് അവരുടെ വിശ്വാസം വളർന്നു അല്ലേ. അപ്പം അതിലേക്ക് നമ്മൾ വേണം ഇങ്ങനെ പറയാം. മറിയെക്കുറിച്ച് പറയുന്നില്ലേ, ഷീ ഹാസ് ചോസൺ എ ഗുഡ് പാർട്ട്. അവള് നല്ലൊരു അംശം, അത് ഈ റെവലേഷൻ അല്ലയോ ശരിക്കും പറഞ്ഞല്ലേ. ഓക്കെ, ഇനി ഇപ്പം നമ്മൾ ഈ ബോഡി സോൾ സ്പിരിറ്റിലേക്ക് വരുമ്പോൾ ഒന്ന് വിശദീകരിക്കാം അതിൻ്റെ തലങ്ങൾ. അപ്പോൾ ഒരു വ്യക്തി രക്ഷിക്കപ്പെടുമ്പോൾ അവന് പുതിയ പുത്രത്തിൻ്റെ ആത്മാവ് ലഭിക്കുന്നു. ഈ ആത്മാവ്, ഈ പുതിയ ആത്മാവാണ് നമുക്ക് പിതാവിൻ്റെ സന്നിധിയിൽ ജീവനോടിരിക്കുമ്പോഴും മരിക്കുമ്പോഴും നമുക്ക് ധൈര്യത്തോടെ കടന്നു ചെല്ലുവാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ സോളിഷ് റിലത്തെ നമ്മൾ ഈ പുതിയ പുത്രത്തിൻ്റെ ആത്മാവിലോട് ജോയിൻ ചെയ്യുന്നുള്ളൂ, അല്ലെ ഭൂരിപക്ഷം എടുക്കുമ്പോൾ നമുക്ക് ആത്മാവിൻ്റെ ഗിഫ്റ്റ്സ് ആൻഡ് ഫ്രൂട്ട്സ് അനുഭവിക്കാൻ സാധിക്കും. അതാണോ ഈ ഗലാത്യലേഖനത്തിൽ പറയുന്ന ലവ് ആൻഡ് സെൽഫ് കൺട്രോൾ, ഫെയ്ത്ത്ഫുൾനെസ്, അതെല്ലാം വരുന്നതിനകത്ത്. അത് നമ്മൾ സൃഷ്ടിക്കുന്നതല്ല. ആത്മാവ് വരുമ്പോൾ ഈ സോളും സ്പിരിറ്റും കൂടെ ചേർന്ന് വരുമ്പോൾ ഈ ഫലം ഓട്ടോമാറ്റിക്, അതായത് ഒരു വൃക്ഷത്തിൽ നിന്ന് ഫലം അതിന് വലിയ നമുക്ക് ഇതൊന്നും വലിയ ഞാൻ പറയാം എഫേർട്ട്ലെസ് ചേഞ്ച് എന്ന് പറയാം. അതായത് വചനം കുറെ ധ്യാനിച്ച് കഴിയുമ്പോൾ അതിൻ്റെതായ ആ ഫ്രൂട്ട്സ് തനിയെ നമ്മുടെ കർഷകന് ഒത്തിരി സ്ട്രെയിൻ ഒന്നും വേണ്ട. അവൻ ചെയ്യേണ്ട തക്കതായ വെള്ളവും കൊടുത്താൽ മതി, ആ മരം കൊടുത്തോളൂ അല്ലേ, ഫലം കൊടുക്കും. അത് നീതിയുടെ വൃക്ഷം എന്ന് പറയാം, അതൊരു കർത്താവ് പറയുന്നുണ്ടല്ലോ, വേർഡ് ഇസ് ദ സീഡ്. ഈ റോഡ് സൈഡിൽ വീണുപോയ സീഡ്സ് പറയുന്നുണ്ട്. അപ്പൊ പല സ്റ്റേജസിനെ പറ്റി പറയുന്നത്, ലാസ്റ്റ് സ്റ്റേജ് വിളവെടുപ്പ് സ്റ്റേജ്, ആഴത്തിൽ ഇറങ്ങി വേരിറങ്ങി നിൽക്കുമ്പോഴുള്ള കാര്യങ്ങൾ പറയുന്നത് അവിടെയാണ്. ഇപ്പൊ ഈ ജഡവും നമ്മുടെ പുതിയ ആത്മാവിൻ്റെ ഇടയിലാണ് നമ്മുടെ സോള് നിൽക്കുന്നത്. അപ്പോൾ കർത്താവ് ഒരു സ്ഥലത്ത് പറഞ്ഞു, കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോട് മാറിപ്പോകാൻ പറഞ്ഞാൽ മാറിപ്പോകും. കർത്താവ് പറഞ്ഞ കാര്യം. പക്ഷേ പലരും ജീവിതത്തിൽ ഈ സോളിഷ് റിലമിൽ ഈ ജഡവും ആത്മാവും തമ്മിൽ എപ്പോഴും ഒരു വടംവലി നടക്കുന്നത് കാരണം അവിശ്വാസത്തിന്റെ ഒരു ആത്മാവിനോട് പോരാടുന്ന ഒരുണ്ട്. അത് കാരണം ശരിയാ, കർത്താവ് അങ്ങനെ പറഞ്ഞു, പക്ഷെങ്കിൽ അത് സാധ്യമാണോ അല്ലയോ, ഇങ്ങനെ ഇപ്പൊ കടുകുമണിയോളം വിശ്വാസം മതി നിങ്ങൾക്ക് അവിശ്വാസമില്ലെങ്കിൽ. പക്ഷെ കടുകുമണിയോളം വിശ്വാസവും മറ്റ് ഒരു എന്താ പറയുക, മറ്റൊരു ഫലം, തക്കാളി എന്ന് പറയാം. അപ്പൊ കടുകുമണിയോളം വിശ്വാസവും തക്കാളിയോളം അവിശ്വാസവും ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് ഇത് വർക്കില്ല. പരിശുദ്ധമായി മെജോറിറ്റി നിങ്ങളുടെ വിശ്വാസം പരിശുദ്ധമാണെങ്കിൽ കടുകുമണിയോളം വിശ്വാസം, അത് കർത്താവ് പറഞ്ഞു, കടുകുമണിയുള്ള വിശ്വാസം മതി നിങ്ങൾക്ക് മലകൾ നീക്കാൻ. പക്ഷെ ഐ ഹാവ് ഫെയ്ത്ത് ബട്ട് ഹെൽപ്പ് മൈ അൺബിലീഫ്. നമ്മുടെ എപ്പിലെപ്സി കർത്താവ് വിശ്വസിച്ചാൽ മതി എന്ന് പറയുന്നത്. കർത്താവ് വിശ്വാസമുണ്ട്, പക്ഷെ ഹെൽപ്പ് മൈ അൺബിലീഫ്.
എന്റെ അവിശ്വാസത്തിന് അവിശ്വാസത്തിന് സഹായിക്കണം. ശരിക്കും പുള്ളിയെ റിപ്പന്റ് ചെയ്യുമായിരുന്നു. അപ്പൊ അൺബിലീഫ് അതിനെ ഹെൽപ്പ് ചെയ്യണം. ഐ ഹാവ് ഫെയ്ത്ത്. ബട്ട് അപ്പൊ നമ്മൾ ഓരോരുത്തരും എപ്പോഴും അൺബിലീഫിന്റെ ആ ഒരു എലമെന്റ് ഇങ്ങനെ നമ്മുടെ വിശ്വാസത്തോട് പോരാടിക്കൊണ്ടിരിക്കും. പക്ഷെ അത് ഞാൻ നേരത്തെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അതെല്ലാം വചനത്തിന്റെ അടിസ്ഥാനത്തിൽ വചനം എത്രയെന്ന് അറിയുന്നോ അതിന്റെ അവിശ്വാസത്തിന്റെ കുറവ്. വെളിച്ചം എന്തുമാത്രം നമ്മളിൽ വരുന്നു ഇരുട്ട് മാറിക്കൊണ്ട്. അതായത് റീനാഡ് ബോങ്ക് എന്ന് പറഞ്ഞ ദിവാസം പറഞ്ഞിങ്ങനെ ഒരു വലിയ ഇരുട്ടുള്ളൊരു മുറിയിൽ നമ്മൾ അതിനോടൊന്നും തർക്കിക്കാനൊന്നും പോകണ്ട. ഒരു ചെറിയ മെഴുതിരുന്നാളും ഒരു വെട്ടം മതി, അവിടെ അവനെ കളയും അല്ലേ. ലൈറ്റ് ഷൈൻസ് ഇൻ ദ ഡാർക്ക്നെസ്, ഡാർക്ക്നെസ് ഷാൽ നോട്ട് ബി കോംപ്രിഹെൻഡ് അല്ലേ. അതിനെ പിടിച്ചടക്കാൻ കഴിഞ്ഞില്ല, ഇരുട്ടിനെ അതിനെ പിടിച്ചടക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ അങ്ങനെ ആത്മാവ് ദേഹം ദേഹി ഒരു ലെവലിലേക്ക് നമ്മൾ ജീവിക്കുന്ന ഒരു തലം വന്നാൽ ശരിക്കും ഒരു സ്വർഗീയ അനുഭവത്തിലൂടെ സ്വർഗീയ അനുഭവം ഞാൻ പറയാം. റൈച്ചസ്നെസ്, പീസ്, ജോയ്, ദിസ് ഈസ് ദ കിങ്ഡം ഓഫ് ഗോഡ്. അപ്പം നീതി, സ്നേഹം, സന്തോഷം. അല്ല പൊതുവേ ഒരു ധാരണ ഉണ്ടായിരുന്നു. കിങ്ഡം ഓഫ് ഗോഡ് എന്ന് പറയുമ്പോൾ 7 കാറും 4 വീടും അങ്ങനെ ഒരു കല ഉണ്ടായിരുന്നു. ബട്ട് ദി കിങ്ഡം ഓഫ് ഗോഡ് ഈസ് നോട്ട് ഇൻ ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ്, ബട്ട് റൈച്ചസ്നെസ്, പീസ് ആൻഡ് ജോയ് ആണ് ഇൻ ദ ഹോളി ഗോസ്റ്റ്. അപ്പൊ ഇതാണ് ഇതിന്റെ ആഫ്റ്റർ എഫക്ട്സ്, ഇതിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് മറ്റുള്ള ഭൗതികമായതെല്ലാം. അതായത് കുറേ പണം കഷ്ടപ്പെട്ട് നമുക്ക് ജോലി ചെയ്ത് സൃഷ്ടിക്കാം. പക്ഷെ ദാറ്റ് ഇസ് നോട്ട് ദ കിങ്ഡം ഓഫ് ഗോഡ്. കിങ്ഡം ഓഫ് ഗോഡ് എന്ന് പറയും സാംസ് 127 176 സംഘത്തിൽ പറയുന്നു, ജഹോവ വീട് പണിയുന്നില്ലെങ്കിൽ വൃഥാ അധ്വാനിക്കുന്നു, അവൻ സ്നേഹിക്കുന്നവർക്ക് ഉറക്കത്തിലാണ്. അതാണ് കിങ്ഡം ഓഫ് ഗോഡ്. മെറ്റീരിയൽ ബ്ലെസ്സിങ്സ് ഉണ്ട്, അതിന്റെ പുറകെ നമ്മൾ പോകണ്ട. എവരി ഗുഡ്നസ് ആൻഡ് മേഴ്സി വിൽ ഫോളോ യു ഓൾ ദി ഡേയ്സ് ഓഫ് യുവർ ലൈഫ്. അത് വരും. പക്ഷേ മുമ്പേ പറഞ്ഞ അതല്ല. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനം. അതിനോടുകൂടെ അതും ദൈവം തരും. നിങ്ങൾ ഈ ലോകത്തെ നഷ്ടപ്പെടുത്തിയതൊക്കെയും തിരിച്ചു നൽകപ്പെടും. പെർസിക്യൂഷൻ കൂടെ, അതിന് കൂടെ പെർസിക്യൂഷൻ വരും. പക്ഷെ എവറിത്തിങ്, പക്ഷെ നമ്മുടെ ഫോക്കസ് അതിൽ ആയിരിക്കുമ്പോഴാണ് സംസാരിക്കുമ്പോഴേ ഈ പെർസിക്യൂഷൻ ഒരുപാട് പറഞ്ഞല്ലോ. അത് പറഞ്ഞില്ലേ കർത്താവ് പറഞ്ഞു ഉപദ്രവങ്ങളോട് കൂടിയാണ് 100. ആ ഉപദ്രവങ്ങൾ എന്താണെന്ന് പല ഉപദ്രവങ്ങൾ പല തട്ടിലാണ് സംഭവിക്കുന്നത്. ഇതെങ്ങനെ അദ്ദേഹത്തിന് ലഭിച്ചു അല്ലെ? ഒരു ജലസിന്റെ തലമുണ്ട്, മെന്റൽ പെർസിക്യൂഷൻ. അതാണ് നമ്മൾ ഫിസിക്കൽ പെർസിക്യൂഷനെക്കാട്ടും ഇന്ന് വിശ്വാസികൾ നേരിടുന്ന പെർസിക്യൂഷൻ. ഒറ്റപ്പെടുത്തുക. ഷാജൻ പറഞ്ഞ ഒരു സമൂഹത്തില് ഇവൻ എങ്ങനെ ഇതുണ്ടാക്കി. ഒരു സൈക്കിളും കൊണ്ട് നടന്നവനാ ഞാൻ ചോദിക്കുന്ന അദ്ദേഹം സൈക്കിൾ കൊണ്ട് ഇപ്പൊ കോഴിക്കോട് വരെ അപ്പൊ ആ ഒരു തല അതായിരിക്കാം കർത്താവ് പറഞ്ഞില്ലേ മെന്റൽ പെർസിക്യൂഷൻ ഉണ്ട്. ഒന്നുമില്ലാതെ ഇറങ്ങിയതാ, നമ്മൾ കേൾക്കുന്നില്ലേ, ഒന്നുമില്ലാത്തവനായിരുന്നു. പക്ഷെ ദൈവം അതുകൂടെ പ്രൂവ് ചെയ്യും. എന്നെ അറിഞ്ഞതുകൊണ്ട് ഞാൻ നിനക്ക് തരും. പക്ഷെ ഇതിനു വേണ്ടി ഒരാൾ വരരുത് അല്ലെ? അങ്ങനെ ഉണ്ട്. അങ്ങനത്തെ പറഞ്ഞില്ലേ കർത്താവ് ഇതിനെ ഫോളോ ചെയ്യാന്ന് പറഞ്ഞില്ലേ, കുറുനരികൾക്ക് അല്ലേ? അതെന്താ എന്ന് വെച്ചാൽ അത് പ്രതീക്ഷിച്ച് നീ വരണ്ട. നീ വരുന്നെങ്കിൽ നിന്റെ ക്രൂശ് എടുത്തോണ്ട് എന്നെ അനുഗമിക്കുക. പക്ഷെ നിന്നെ ഞാൻ അനുഗ്രഹിക്കും അല്ലേ? അവൻ വിശ്വസ്തൻ. അപ്പൊ അനുഗ്രഹത്തിന് രാജാവിന് പല തലങ്ങളുണ്ട്. ഇപ്പോൾ എനിക്ക് US ഒരു മിനിസ്റ്ററെ അറിയാം. അദ്ദേഹം 315 ദിവസവും പബ്ലിക് സ്പീക്കിംഗ് ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് ലോകം എമ്പാടും ഒരു വർഷമായി, ബാക്കിയുള്ള അവധി എടുക്കുന്നുള്ള അദ്ദേഹം ഓൾമോസ്റ്റ് ലോകമെമ്പാടും ഒരു പ്രാവശ്യം മാത്രം പെട്രോൾ റീഫിൽ ചെയ്ത പറക്കാവുന്ന ജെറ്റ് ഉണ്ട്. അപ്പൊ പലരും പറയും അദ്ദേഹത്തിന് എന്തിനാ ഇത്രയും വലിയ ഹോളിവുഡ് താരങ്ങൾക്ക് പോലും ഇല്ലാത്ത ജെറ്റ്. പക്ഷെ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, ഈ കാലണ്ടർ അല്ല ജെസ്സി ഡുപ്ലാന്റിസ്. അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. എന്റെ ഡയറി നോക്കിയാൽ കഴിഞ്ഞ വർഷം അപ്പൊ എനിക്ക് 2022 ഞാനിത് കേൾക്കുന്നത് 2025 315 ഇടങ്ങൾ ലോകമെമ്പാടുമായിട്ട് 315 ഇടങ്ങളിൽ അദ്ദേഹം പ്രസംഗിച്ചു. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചോളം ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഇമിഗ്രേഷനും അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ സമയം, വിലപ്പെട്ട സമയം പോവാ. അദ്ദേഹത്തിന് ലാഭം ഒരു ജെറ്റാ. അപ്പൊ ദൈവം ആ ജെറ്റ് കൊടുത്തു. അപ്പം പക്ഷെ നമ്മുടെ ഈ കാഴ്ചപ്പാടില്ലാത്തൊരു ഇതൊക്കെ പറയുമ്പോൾ പലരും അദ്ദേഹത്തെ അതുകൊണ്ട് കേൾക്കാറില്ല. അതുപോലെ ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മുടെ വിളിക്ക് എന്തൊക്കെ ആവശ്യമാണോ അത് എല്ലാം ദൈവം തന്നിരിക്കും അല്ലേ? അപ്പൊ ഞാൻ റോജ് ഒരു കാര്യം പറയാം. റീനാഡ് ബോങ്ക് ഒരിക്കൽ പറഞ്ഞു, ഞാൻ ആദ്യം ചൂണ്ടലിടുമായിരുന്നു, മീൻ പിടിക്കുന്ന ചൂണ്ടൽ. പിന്നെ ദൈവം എന്ന് പറഞ്ഞ് നെറ്റ്, പിന്നെ ഫിഷിംഗ് അല്ല തലം കൊണ്ട് മനസ്സിലായി. അപ്പം ആദ്യം എന്തോ 100 പേരോട് പറഞ്ഞു, 50 പേരോട് പറഞ്ഞു, പിന്നെ ആയിരങ്ങളോടായി, പിന്നെ പുള്ളി പറഞ്ഞ ലക്ഷങ്ങളോട്. ആ തലത്തിലേക്ക് നമ്മൾ വളരണം അല്ലേ? അപ്പൊ നമുക്ക് സുവിശേഷം
എല്ലാ സ്ഥലങ്ങളിലും എത്തിക്കാൻ കഴിയുമല്ലേ? ഷാജൻ പറഞ്ഞ ഈ പെർസിക്യൂഷന് മറ്റൊരു തലമാണ് മത്സര ബുദ്ധി. അത് പ്രത്യേകിച്ചും വിശ്വാസികളുടെ ഷായിച്ചാന് നാളെ വളർന്ന് 4000-5000 പേർ സഭയായി. എന്റെ സഭ 20 പേരേ ഉള്ളൂ. അപ്പൊ ഇവിടെ നിന്ന് ഞാൻ ഷായിച്ചാനെ കല്ലെറിയുക. വിശ്വാസികൾ തമ്മിൽ ഇന്ന് സോഷ്യൽ മീഡിയ മുഴുവൻ ഇവൻ ഇത് എങ്ങനെ ഉണ്ടാക്കി. ഇന്നലെ ഒരാൾ ചോദിച്ചു, ഞാൻ എൻ്റെ ചെറുപ്പകാലങ്ങളിൽ ഞാൻ കണ്ട കാര്യം, നമുക്ക് ഈ പുരോഹിതന്മാരില്ലേ, അച്ഛന്മാരൊക്കെ നമുക്കെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ പാസ്റ്റേഴ്സാന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഞങ്ങളെ സംബന്ധിച്ച് ഒത്തിരി പാരമ്പര്യങ്ങൾ, ഏത് ഡ്രസ്സ് ഞങ്ങൾക്ക് ഉപയോഗിക്കും. അവർ ഈ കുപ്പായം അറിയാമല്ലോ, ഇതൊക്കെ ഇട്ട് റോഡിൽ ഞാൻ എൻ്റെ ചെറുപ്പകാലം കണ്ട് ബസ്സിനകത്ത് ഇടിച്ച് തള്ളി അത് ശുശ്രൂഷിക്കേണ്ട പുരോഹിതന്മാരാ. പക്ഷെ പിന്നീട് ഞാൻ കണ്ട് നമ്മുടെ ലാംബട്ര ഒരു അറിയാമല്ലോ, വിജയ് സൂപ്പർ എന്നൊക്കെ പറഞ്ഞ സ്കൂട്ടറെ കയറി, ആ സ്കൂട്ടറിൻ്റെ തലം വന്ന് ഇന്ന് ഒറ്റ ഒരു പ്രീസ്റ്റിനെ, അന്നും പാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അത്രയില്ല, പ്രീസ്റ്റിനെ ഇന്ന് റോഡിലോ ബസ് സ്റ്റോപ്പിലോ കാണുന്നില്ല. ഇന്ന് കാറ് അതിൻ്റെ സെറ്റപ്പിലേക്ക് എല്ലാം വന്നു കഴിഞ്ഞു. എല്ലായിടത്തും മുസ്ലിം സഹോദരങ്ങളെ നോക്കിയാൽ അല്ലെങ്കിൽ ഹിന്ദു സഹോദരങ്ങളെ നോക്കിയാൽ ആ തലത്തിൽ. അപ്പം ദൈവത്തെ അറിയുന്ന ഒരു തലത്തിലേക്ക് വരുമ്പോൾ ദൈവം അവർക്ക് ഇത് കൊടുക്കുകയുള്ളൂ. ഇപ്പോൾ ഒരാളുടെ ഒരു വാഹനം, ഒരു സാധാരണ വാഹനം മാറി അല്പം കൂടെ നല്ലത്. അപ്പോൾ എന്താണെന്ന് അറിയാം, അദ്ദേഹം ഫുൾ ടൈം മനുഷ്യരാണ്. അത് മിക്കവാറും കോളിങ് ഇവിടുന്ന് കോഴിക്കോട് വരുവാണെങ്കിൽ പിന്നെ കണ്ണൂർ, അതിന് നല്ലൊരു വണ്ടി ആവശ്യമില്ല അദ്ദേഹത്തിന്. അപ്പം അതിലേക്ക് നമ്മുടെ മൈൻഡ് മാറാത്തതുകൊണ്ട് ഇല്ലയോ? അതല്ലേ കർത്താവ് പറയുന്നത്, ഈ പുതിയ വീഞ്ഞ് പഴയ തുരുത്തിയിൽ, തുരുത്തി എന്ന് പറഞ്ഞ മൈൻഡ് അതിൽ റിന്യൂ എന്ന് പറഞ്ഞു. അതേക്കുറിച്ചൊന്ന് പറയാം റോജി, പറഞ്ഞു മൈൻഡ് സെറ്റ്. നമ്മൾ ഇപ്പം ഞാൻ 20ാമത്തെ വയസ്സിലെ വിശ്വാസി വരുന്നു. അപ്പൊ അതുവരെ എനിക്കൊരു മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നു. അതായത് ദൈവത്തെ പറ്റിയുള്ള ഒരു കാഴ്ചപ്പാട്, അല്ലെങ്കിൽ സമൂഹത്തെ പറ്റിയുള്ള ഒരു കാഴ്ചപ്പാട്, മറ്റുള്ളവർ എൻ്റെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു, ഇതിനെപ്പറ്റി ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. ആ മൈൻഡ് സെറ്റ് നമ്മൾ ചെറുപ്പത്തിൽ ജനിച്ചു വളരുമ്പോൾ തൊട്ട് നമ്മളിൽ അതാണ്, അതൊരു ജഡിക മൈൻഡ് സെറ്റ് ആണ്. ഇറ്റ്സ് എ മൈൻഡ് സെറ്റ് ഓഫ് ദ വേൾഡ്. പക്ഷേ മനസ്സ്, വീട് സ്വാധീനിക്കും, സുഹൃത്തുക്കൾ സ്വാധീനിക്കും, എല്ലാം കൂടെ നമ്മൾ ജീവിച്ചു വരുന്നത് നമ്മുടെ എൻവയറമെന്റിലാണ്. കർത്താവ് പറഞ്ഞ അതെല്ലാം വിട്ടിട്ട് റിപ്പന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പശ്ചാത്തപിക്കുക എന്ന് തോന്നുന്നു മലയാളത്തിൽ പറയുന്നത്. പക്ഷെ റിപ്പന്റിന് ഹീബ്രു ഭാഷയിൽ തിരിച്ച് ചിന്തിക്കുക, ചേഞ്ച്. റിപ്പന്റ് ഫോർ ദ കിങ്ഡം ഓഫ് ഗോഡ് ഇസ് അറ്റ് ഹാൻഡ്. നീ അതൊക്കെ മറന്നേക്ക്, ഇങ്ങനെ ചിന്തിക്ക്, ദൈവരാജ്യം ഇപ്പൊ സമീപിച്ചിരിക്കുന്നു, ദൈവരാജ്യം നമുക്ക് അക്സെപ്റ്റ് അതെന്താണെന്ന് അറിയുക. അപ്പൊ അവിടെയാണ് നമ്മുടെ റിന്യൂവൽ നടക്കുന്നത്. അപ്പോൾ ഇപ്പം ഒന്ന് ചുമച്ചപ്പം മനസ്സിൽ 2 കാര്യങ്ങളിൽ കടന്നു പോകും. ഒന്ന് പറയും, ഓ ഇപ്പൊ ചുമയുണ്ടോ, പെട്ടെന്ന് ഗൂഗിളിൽ ചെയ്ത് പറഞ്ഞു, ഓ ഇന്നതില്ല. അതേ വ്യക്തിക്ക് അത് കേൾക്കുന്ന മറ്റൊരു വ്യക്തിക്ക് ചിന്തിക്കാം, ഓ ഞാൻ രോഗികളുടെ മേൽ കൈവെക്കുമ്പോൾ അവർക്ക് സൗഖ്യം പ്രാപിക്കും. 2 വ്യക്തികൾ കേൾക്കുന്ന ഒരേ മെസ്സേജ്, പക്ഷെ ഹാർട്ടിന്റെ കണ്ടീഷൻ എങ്ങനെയാകുന്നു അതിനനുസരിച്ചാണ് അവർ റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പം ഒരു പ്രിപ്പറേഷൻ ഇല്ലാത്ത ആൾ റിയാക്ട് ചെയ്യും, പ്രിപ്പയർ ആയിട്ടുള്ള ആളുടെ റെസ്പോണ്ട് ചെയ്ത്. ഇത് രണ്ട് തലങ്ങളാണ്. ഇന്ന് ഒരു വ്യക്തി വളർന്നു വരുമ്പോൾ റിയാക്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുക്കമില്ലാതിരുന്ന ഒരിടത്തൊരു സംഭവം, ഇപ്പം പെട്ടെന്ന് ഇവിടെ ഒരു എക്സ്പ്ലോഷൻ സംഭവിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ റിയാക്ട് ചെയ്യും. കാരണം അത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ അൺഎക്സ്പെക്ടഡ്. പക്ഷെങ്കില് ഈ എക്സ്പ്ലോഷനെ കൈകാര്യം ചെയ്യുന്ന വരുന്ന ടീമിനെ റെസ്പോൺസ് ടീം എന്നാണ് വിളിക്കുന്നത്, റിയാക്ഷൻ ടീം അല്ല. അതിനെ റെഡി, ഇത് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. ഇന്ന് എന്റെ മുമ്പിൽ ഒരു രോഗി വന്നാൽ ഞാൻ അവനെ കൈവച്ച് സൗഖ്യമാക്കും. അതേ രോഗിയെ കാണുമ്പോൾ വേറെ ആൾ ചിലപ്പോൾ മാസ്ക് എടുത്തിടുമായിരിക്കും. 2 വ്യക്തികൾ, പക്ഷെ ഒരാൾ റെസ്പോൺസ്, ഐ ആം റെഡി, ഇന്ന് ഞാൻ രോഗികളെ സൗഖ്യമാക്കുമെന്ന് കാണുമ്പോൾ അവൻ റെസ്പോണ്ട് ചെയ്യുന്നു, മറ്റൊരാൾ പേടിയിൽ റിയാക്ട് ചെയ്യും. ഇതുമായിട്ട് കണക്ട് ചെയ്തല്ലേ 12 ഗോത്രങ്ങളിൽ സ്പൈ, അതായത് ഉറ്റുനോക്കാനായിട്ട് ഇവര് വരുമ്പോ കാലേബും യോശുവയും ഡിഫറൻറ്റ് സ്പിരിറ്റ് എന്ന് ഇംഗ്ലീഷ് വിളിക്കുന്നില്ലേ അവരുടേതല്ലേ. ഇവര് കണ്ടത് ജയന്റിനെയും മല്ലന്മാരെയാണ് കണ്ടത്. പക്ഷെ ഇവര് കണ്ടത് എല്ലാം, അവര് പറഞ്ഞത് അത് ഫാക്റ്റാണ്, സംഭവമൊക്കെ സത്യമാണ്. പക്ഷെ ഞങ്ങൾക്കൊരു ദൈവമാണ് അല്ലേ. ദാവീദ് രാജാവ് ഗോലിയാത്തിനെ കൊല്ലാൻ പോയപ്പോൾ വെരി ഗുഡ് എക്സാമ്പിൾ. ചേട്ടനോട് ചോദിക്കുന്നില്ല, ദീസ് ആർ നോട്ട് എ കോസ്, നിങ്ങൾ എന്ത് കണ്ടേ ബൈബിള് പരിച്ഛേദന അവന്റെ വലുപ്പവും സ്ട്രക്ചറും, അതായത് ഈ നമ്മുടെ ശൗലും മറ്റവരും കണ്ടത്, അതുകൊണ്ടാണ് ഓടേണ്ടി വന്നത്. ഇവൻ ആ ഇദ്ദേഹത്തെ കണ്ട ഒരു ചിന്ന പയ്യൻ, അതായത് ഒന്നും ഇല്ലാത്ത പോലെ കണ്ടത്. കാരണം ശൗൽ എന്ന് പറയുമ്പോൾ ഇസ്രയേൽ ദേശത്ത് എല്ലാരും കാട്ടും ഒരു തല ഉയരമുള്ള, അത്ര ഹൈറ്റ് പേടിച്ചിരിക്കുക. അദ്ദേഹത്തിന്റെ കാൽമുട്ട് വരെ ഇല്ല. ദാവീദ് വളരെ പൊക്കത്ത് കയറും. പക്ഷെ വേറൊരു കാര്യം, ഈ റെസ്പോണ്ടിലേക്ക് ഹൗ വാസ് ഈ റെസ്പോൺസ്, നമ്മുടെ കാര്യം പഠിക്കുമ്പോൾ അതിനുവേണ്ടി പഠിക്കുമ്പോൾ നമുക്കറിയാം,
ദാവീദിന്റെ ആടുകളെ ഏതെങ്കിലും മൃഗം ആക്രമിക്കാൻ വന്നാൽ ആ മൃഗത്തെ വെറും ഓടിച്ചു വിടുന്ന ആളല്ല ദാവീദ്. ആ മൃഗത്തിന്റെ ആടിനെ എടുത്തിട്ട് അതിനെ കൊല്ലുന്നവനാ. അന്ന് തൊട്ട് അന്ന് തൊട്ട് റെസ്പോൺസ്. അതുകൊണ്ട് ഗോലായത്തിനെ കൊന്നിട്ടും വെറുതെ വിട്ടില്ല, തലയറുത്ത് മരണം ഉറപ്പ് വരുത്തുമായിരുന്നു. അതാണ് റെസ്പോണ്ട് ചെയ്യുക. അല്ല, അവര് സാക്ഷ്യമുണ്ട്, എനിക്കൊരു സാക്ഷ്യമുണ്ട്, ഐ ഹാവ് എ ടെസ്റ്റിമണി ഇല്ലേ, അതാണ്. അപ്പം അങ്ങനെ ഇപ്പോൾ ഒരു കാര്യത്തിൽ ഇപ്പം ജെറോജി ബ്രദർ മുമ്പേ ആ സൗഖ്യത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ നമ്മുടെ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ പറയുക എനിക്ക് ഐ ഹാവ് എ ഹിസ്റ്ററി ഇല്ലേ, എനിക്കൊരു ചരിത്രമുണ്ട്, എനിക്കല്ലേ എനിക്കൊരു സാക്ഷ്യമുണ്ട് ഇല്ലേ, നമ്മൾ റിയാക്ട് ചെയ്യുമല്ല, നമ്മൾ റെസ്പോണ്ട് ചെയ്യുക. അതല്ല സാമ്പത്തിക വിഷയത്തിന് വേണ്ടി ഒരാൾക്ക് പറയാം, ഓ ഈ സാമ്പത്തിക വിഷയത്തിൽ എനിക്കൊരു വിത്ത് വെച്ചാൽ മതി, അല്ലെ മൈ ലോഡ് ഇസ് ഗോയിങ് ടു ഡു സംതിങ്. അനുഭവങ്ങളൂടെ പറയുന്നത് അത് കറക്റ്റ് റെസ്പോണ്ട് ആവാൻ കറക്റ്റ്. ഷാജാൻ പറയുന്ന പോലെ അതൊരു എക്സ്പീരിയൻസ്, നമ്മൾ അവരൊരു ജേർണി ഉണ്ട്, ആ നിലയിൽ എത്തും. ഇപ്പം ഞാൻ ഉദാഹരണം പറയാം, കഴിഞ്ഞ ദിവസം ഒരു ബെഡ് റിഡൻ അമ്മാമ്മ എഴുന്നേറ്റ് നടന്നു. ഇപ്പം ബോംബെല്ല ബോൺ സ്പെഷ്യലിസ്റ്റ്, ഞാൻ എവിടെ നിന്ന് പറയുന്നില്ല, സ്ഥലം പറയുന്നില്ല, കാര്യം അവരുടെ പ്രൊഫഷൻ ഇരിക്കും. അദ്ദേഹം പറഞ്ഞു ഒരിക്കലും എഴുന്നേറ്റത്തില്ല, പക്ഷെ അദ്ദേഹം നടന്നു, സൗഖ്യമായി. ഇപ്പം എനിക്ക് നാളെ ഒരു വീൽ ചെയർ എൻ്റെ അടുക്ക വന്നാൽ എന്തായിരിക്കും എൻ്റെ കോൺഫിഡൻസ്? ഡെഫിനറ്റ്ലി ദേ വിൽ റൈസ് അപ്പ്. എഴുന്നേക്കുന്നില്ല, അത് ആ എക്സ്പീരിയൻസിലൂടെ പോകുന്നവർക്ക് പറയാൻ കഴിയുമല്ലേ. അതുകൊണ്ടല്ലേ പല ദൈവാസന്മാര് ദൈവരാജ്യത്തെ പറഞ്ഞില്ലേ, സോ ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ് ഇല്ലേ, വിതയ്ക്കാൻ പറയുന്നത് അവരുടെ അനുഭവങ്ങൾ കൊണ്ടാണ്. ദൈവത്തിന് മാറ്റമില്ല. ഞാൻ എൻ്റെ ഒരു സാക്ഷ്യം പറയാം. ഞാൻ വിശ്വാസത്തിൽ വന്ന സമയം 98-ലായിരിക്കും. അതേ കൂടെ ടച്ച് ചെയ്ത് പറയാം, ഈ വെത കൊയ്ത്ത് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഈ മെറ്റീരിയൽ എന്തുവാന്ന് തീർച്ചയായും പറയാം. അപ്പം ഒരാളുടെ അടുത്ത സമയത്ത് ഞാൻ കേട്ട ഒരു ടെസ്റ്റ് മണിയാണ്. അപ്പോൾ ഒരു ശുശ്രൂഷകൻ മറ്റൊരു ശുശ്രൂഷകനെ കുറ്റം പറയാണ്, കാരണം അദ്ദേഹത്തിന് ഓടിക്കുന്ന കാറിന്റെ വില കാരണം. അപ്പോൾ ദൈവം ഈ കുറ്റം പറയുന്ന ശുശ്രൂഷകനോട് പറഞ്ഞു, do not judge a man's harvest unless you have seen the seed he has sown. Okay, ഒരുവന്റെ അറിയാതെ അവന്റെ വിളവിനെ അപ്പൊ അങ്ങനെ പറയുക. ഹോളി സ്പിരിറ്റ് അതിനോട് റെവലേഷൻ, do not judge a man's harvest unless you have seen the seed he has sown. അവൻ വിതച്ച വിതയുടെ അളവ് കാണാതെ. അപ്പം ആ ദേവദാസൻ, ആ ശുശ്രൂഷകൻ പോയിട്ട് നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ വീടിന്റെ ഒരു വിലയുണ്ട് ആ വീടിന്. ആ വിലയുടെ തുല്യമായ വിത എല്ലാം 14 മാസം കൂടിയിരിക്കും വിതരണം ചെയ്യും. ഉദാഹരണം പറഞ്ഞാൽ ലെറ്റ്സ് ആ വീടിന് 10 ലക്ഷം രൂപ വിലയെന്നിരിക്കട്ടെ, എല്ലാം 14 മാസം കൂടിയിരിക്കുമ്പോഴും അദ്ദേഹം 10 ലക്ഷം രൂപ വിതയ്ക്കുന്ന, ദൈവരാജ്യത്തിന് വേണ്ടി വിതയ്ക്കുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, ദൈവത്തിന് വേണ്ടി വിതയ്ക്കുന്ന ഒരു വ്യക്തിയാണ്. നൗ ഇദ്ദേഹം വിതയ്ക്കുന്നത്, ഇതെവിടെയാണ് പലർക്കും ഒരു തെറ്റു വരുന്നത്? പലർക്കും അതിമോഹം കൊണ്ട് ഉള്ളൊരു വിധയുണ്ട്. ഇപ്പൊ ഷാജാൻ ബെൻസ് വാങ്ങിച്ചു, എനിക്ക് ബെൻസ് വേണം. ഓക്കെ, അത് തന്നെ പറയുന്നുണ്ടല്ലോ, യു ആസ്ക് ആൻഡ് യു ഡു നോട്ട് റിസീവ്. നീ ചോദിക്കുന്നുണ്ട്, ഇതിനെ കിട്ടുന്നില്ല, കാരണം നീ നിന്റെ സ്വാർത്ഥ മോഹങ്ങൾ ജെയിംസിൽ സെൽഫിഷ് മോട്ടീവ്സിന് വേണ്ടിയാണ്. അപ്പൊ വിധേയിലും ഇത് വന്ന് കടന്നു കൂടിയിട്ടുണ്ട്.